വൈറ്റമിൻ സി കഴിച്ചാൽ സ്കിന്ന് ബ്രൈറ്റ് ആവുമോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ആ കാര്യത്തിൽ? എന്നാൽ ഒരു സംശയവും വേണ്ട, ബ്രൈറ്റ് ആവും. എൻ്റെ അനുഭവമാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് കുറേ പേര് വൈറ്റമിൻ സി കഴിക്കാൻ ആഗ്രഹമുള്ളവരും വന്നിട്ട് ചോദിക്കുന്ന കുറേ സംശയങ്ങളുണ്ട്. അതായത് ഇത് കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവുമോ, ഇത് എത്ര നാൾ കഴിക്കേണ്ടി വരും, ഇത് കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇത് കഴിച്ചിട്ട് വയറ് ഭയങ്കര പ്രശ്നത്തിലാവുന്നുണ്ട്, ശരിക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടുമോ, അങ്ങനെ പലവിധ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പേടികൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ടാവും. വെൽക്കം ബാക്ക് ടു വീണ ഇന്നർ സ്റ്റൈൽ. ഞാൻ വീണ. പ്രൊഫഷൻ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐ ഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ടവർ ഒന്നടങ്കം എന്നോട് ചോദിച്ചത് സ്കിന്നിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പല തവണയായിട്ട് പല വീഡിയോയിലായിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ സ്കിന്നിൻ്റെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയത് ഒന്ന് ഈ ഷുഗർ നിർത്തിയതിൽ നിന്നും, രണ്ടാമത് വൈറ്റമിൻ സി കഴിക്കുന്നതിൽ നിന്നുമാണെന്ന്. അതായത് ഞാനിപ്പോൾ ഏകദേശം 6 വർഷമായിട്ട് കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് വെച്ച് കഴിക്കുന്നുണ്ട്. അതായത് 500 mgയുടെ വൈറ്റമിൻ സി ടാബ്ലറ്റാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് ഇന്ന് വരെ ഒരു പ്രശ്നവും അതുകൊണ്ടുണ്ടായിട്ടില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്കെഡ്യൂളൊക്കെ ഉള്ള സമയത്ത് മേ ബി 1-2 ദിവസം മിസ്സായിട്ടുണ്ടാവും. അതല്ലാതെ ഞാൻ കണ്ടിന്യൂസ് 6 വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. ഇന്നലെയും കഴിച്ചു, ഇന്നും കഴിക്കും. അങ്ങനെ വൈറ്റമിൻ സി കഴിച്ചതുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഗുണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ബ്രൈറ്റായി എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറി. ചിലപ്പോൾ കാണുമ്പോൾ ഫീൽ ചെയ്യുക ബ്രൈറ്റൻ ആയി എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷേ എനിക്കെന്താ ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ സ്കിന്ന് മുമ്പ് ട്രാൻസ്ഫോർമേഷന് തൊട്ട് മുമ്പൊക്കെ ഭയങ്കര ഡൾ ആൻഡ് ഡീഹൈഡ്രേറ്റഡ്, അതായത് മെച്ചുവേർഡ് സ്കിൻ പോലെയാണ് ഇരുന്നത്. കുറച്ച് ഏജ്ഡ് ആയ ഒരു സ്കിൻ പോലെയാണ് എൻ്റെ സ്കിൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതേസമയം എൻ്റെ സ്കിൻ ഇരിക്കുന്നത് ഭയങ്കര ബേബി സ്കിൻ പോലെയാണ്. ഞാൻ പറയുന്നത് സ്കിൻ കെയർ ഞാൻ ചെയ്യുന്നുണ്ട്, അതും. പക്ഷേ അതിൻ്റെ ബേസിക് സാധനം, അതായത് ബേസിക്കലി എനിക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണെന്നാണ് ഞാൻ പറയാം. ബിക്കോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വൈറ്റമിൻ സി കഴിക്കുക എന്നുള്ളതാണ്. ശരിക്കും എന്താണ് വൈറ്റമിൻ സി? വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് നമ്മളുടെ ബോഡിയിൽ അലിഞ്ഞു ചേരുന്ന വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇപ്പം നമ്മളുടെ എല്ലാ മറ്റുള്ള വൈറ്റമിൻസിനെയും പോലെ തന്നെ വൈറ്റമിൻ സി ആവശ്യത്തിന് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവാം, ഈവൻ മൂഡ് സ്വിങ്സ് വരാം, നമ്മുടെ സ്കിന്ന് ഭയങ്കര പ്രശ്നത്തിലാവാം, ഈവൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മളെ ഭയങ്കര പ്രശ്നത്തിലാക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് വൈറ്റമിൻ സി ആവശ്യമാണ്. പക്ഷേ നമ്മളുടെ ബോഡി സ്വയം വൈറ്റമിൻ സി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളുടെ ബോഡിക്ക് നമ്മൾ വൈറ്റമിൻ സി പുറത്തു നിന്ന് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ആ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ തരണം ചെയ്ത് പോവുകയുള്ളൂ. ഈ വൈറ്റമിൻ സി നമുക്ക് എങ്ങനെയൊക്കെ നമ്മളുടെ ബോഡിക്ക് കൊടുക്കാം, എന്തൊക്കെയാണ് വൈറ്റമിൻ സിയുടെ സോഴ്സ് എന്ന് നോക്കാം. നമ്മളുടെ നെല്ലിക്ക, നമ്മളുടെ നാരങ്ങ, നമ്മളുടെ ഓറഞ്ച്, അതുപോലെ തന്നെ ക്യാബേജ്, പിന്നെ ഈ ബെൽ പെപ്പർ എന്ന് പറയുന്നത് ക്യാപ്സിക്കം എന്ന് പറയുമല്ലോ അത്, അങ്ങനെ കുറേ ലീഫി വെജിറ്റബിൾസ്, അതിൽ നിന്നൊക്കെ നമുക്ക് ആക്ച്വലി ഈ വൈറ്റമിൻ സി കിട്ടും ശരീരത്തിന്. പക്ഷേ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ വൈറ്റമിൻ സിയുടെ അളവ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഏറ്റവും റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ സി കൂടുതൽ കിട്ടുക ഈ പറഞ്ഞ നെല്ലിക്കയിൽ നിന്നൊക്കെയാണ്. ഈ ഓറഞ്ചിനേക്കാൾ കൂടുതൽ നെല്ലിക്കയിൽ നിന്നൊക്കെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ വക ഫുഡിൽ നിന്നൊക്കെ ആവശ്യത്തിന് വൈറ്റമിൻ സി കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിഷ്യൻസി വരാതിരിക്കും. അതായത് വൈറ്റമിൻ സിൻ്റെ കുറവ് വരാതെ ശരീരത്തിന് ഇരിക്കും. പക്ഷെ ചില സമയത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വൈറ്റമിൻ സി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ നല്ലതാണ്. നമുക്കൊക്കെ അറിയാം, ഈ കോവിഡ് ടൈമിൽ നമ്മൾ ഒരുവിധം ആൾക്കാരൊക്കെ വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ വൈറ്റമിൻ സി എന്ന് പറഞ്ഞത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വൂണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹീൽ ആവാനുള്ള അത് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ആക്ച്വലി നമുക്ക് ആവശ്യത്തിന് വൈറ്റമിൻ സി ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇനി എല്ലാ ദിവസവും സത്യത്തിൽ നമുക്ക് വൈറ്റമിൻ സിയുടെ ആവശ്യമുണ്ടോ എന്ന് നോക്കാം. അതായത് വൺസ് നമുക്ക് ആവശ്യത്തിലധികം വൈറ്റമിൻ സി സോഴ്സ് ഇന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ, നാളത്തെ ദിവസം കഴിക്കേണ്ടതുണ്ടോ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതിയോ എന്ന് നോക്കാം.
അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് കോൺസ്റ്റൻ്റായ ആവശ്യമുള്ള ഒരു സാധനമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നത് ഒരു പരിധിവരെ അബ്സോർബ് ചെയ്യുള്ളൂ. അതായത് നമ്മളിപ്പോൾ കഴിക്കുന്നതിൽ നിന്ന് ചിലപ്പം ഒരു വളരെ കുറച്ചാണ് എമൗണ്ടാണ് കഴിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 70% ഒക്കെ അബ്സോർബ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ യൂറിനിലൂടെ പുറന്തള്ളും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വൈറ്റമിൻ സി എല്ലാ ദിവസവും കൊടുക്കാതെ വൈറ്റമിൻ സി നമ്മുടെ ബോഡിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം എക്സ്ട്രാ വരുന്ന എല്ലാ വൈറ്റമിൻ സിയും നമ്മൾ എത്ര എക്സ്ട്രാ കഴിച്ചാലും അത് വൈറ്റമിൻ സി ഈ യൂറിനിലൂടെ പുറന്തള്ളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ സി ഇപ്പോൾ 500 mg ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഒരു ബോഡി അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 400 mg ഒക്കെ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ 1000 mg കഴിച്ചാലും 400 mg ഒക്കെ മാത്രമേ അത് സ്റ്റോർ ചെയ്യത്തുള്ളൂ. ബാക്കിയൊക്കെ ആക്ച്വലി പുറന്തള്ളും. വൈറ്റമിൻ സി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ കിഡ്നി അടിച്ചു പോവുമോ? ഇതാണ് കുറേ പേരുടെയെങ്കിലും സംശയം. ഇതിന് എനിക്ക് പറയാനുള്ളത് 1999 അമേരിക്കൻ ജേർണൽ ഓഫ് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞ ജേർണലിൽ ആക്ച്വലി വന്നൊരു സ്റ്റഡിയാണ്. നേഴ്സസ് ഹെൽത്ത് സ്റ്റഡി എന്ന് പറഞ്ഞ ആ ഓർഗനൈസേഷൻ ആക്ച്വലി 85,557 സ്ത്രീകളിൽ ഹൈ ഡോസ് ഓഫ് വൈറ്റമിൻ സി കൊടുത്തിട്ട് അതായത് 1500 mg ഡോസ് ഓഫ് വൈറ്റമിൻ സി കൊടുത്തിട്ട് 14 വർഷത്തോളം ഈ പറഞ്ഞ ആൾക്കാരെ അവർ നിരീക്ഷിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ 14 വർഷത്തോളം ഈ 85,557 ആൾക്കാർക്ക്, അതും സ്ത്രീകളാണ് കേട്ടോ, ആ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോൺസിൻ്റെ ഇഷ്യൂസ് ഒന്നും കൂടുന്നില്ല, അങ്ങനെയുള്ള റിസ്കുകളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് അവരത് മനസ്സിലാക്കിയത്. കുറച്ച് പേർക്കെങ്കിലും ആക്ച്വലി ഇങ്ങനെ ഒരു കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ വരാനുള്ള ഒരു കാരണം യൂറിനിലുള്ള ഓക്സലേറ്റ് ലെവൽസ് കൂടുകയും അതുവഴി കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുകയും കാൽഷ്യം യൂറിനറി ഓക്സലേറ്റ് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ഈ പറയുന്നത് പോലെ ഒരു അസംഷൻ മാത്രമാണ്. അതിന് കൃത്യമായ സ്റ്റഡി ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ ആക്ച്വലി റാൻഡമായിട്ടിരുന്ന് പറയുന്നതൊന്നുമല്ല, ഇതിന് കൃത്യമായിട്ടുള്ള സ്റ്റഡി ഉണ്ട്. ഞാൻ ഈ പറയുന്നത് പോലെ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള കൃത്യമായുള്ള റെഫറൻസസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഇനിയും ബാക്കി നിൽക്കുന്നവർക്ക് അതൊക്കെ നോക്കിയിട്ട് ആ സംശയം കൂടി ക്ലിയർ ചെയ്യാവുന്നതാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ പറഞ്ഞത് സ്ത്രീകളുടെ കാര്യമാണ്. പക്ഷെ പുരുഷന്മാരുടെ കാര്യത്തിൽ ഞാനിങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അവർക്ക് വേണ്ടി ടിപ്സും കാര്യങ്ങളും സ്കിൻ കെയറും ഒന്നും ചെയ്യുന്നില്ല എന്നൊരു പരാതി പൊതുവേ ഉണ്ട്. അപ്പം അങ്ങനൊരു പരാതി വേണ്ട. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പബ്ലിഷ് ചെയ്യുന്ന ജാമ ഇന്റേണൽ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിൽ സ്വീഡിഷ് കൊഹോർട്ട് സ്റ്റഡിയിൽ അവർ ആക്ച്വലി 23,335 പുരുഷന്മാരിൽ ഇതേ വൈറ്റമിൻ സിയുടെ കിഡ്നി സ്റ്റോൺസിൻ്റെ റിസ്കിനെ പറ്റിയുള്ള പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനം നടത്തിയപ്പോൾ അവർക്ക് കൊടുത്തത് ഈ പറയുന്നത് പോലെ 1000 mgയുടെ വൈറ്റമിൻ സി ഡോസേജ് ആണ്. ആൻഡ് അതിലും കാര്യമായ പൊട്ടൻഷ്യൽ റിസ്കുകളൊന്നും ഇത് കാരണം കിഡ്നിക്ക് ഉണ്ടാവുന്നില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർവാർഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ ഡോക്ടർ ഗാരി സി കർവൻ പുള്ളിയുടെ കൊളീഗ്സുമായിട്ട് ചേർന്ന് നടത്തിയ ഒരു സ്റ്റഡിയിൽ പറയുന്നുണ്ട്, അതായത് ഈ കിഡ്നി സ്റ്റോൺസും ഈ വൈറ്റമിൻ സി ഇൻടേക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന്. ഇനി അടുത്തത് വൈറ്റമിൻ സിക്ക് എന്തെങ്കിലും മറ്റ് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് വൈറ്റമിൻ സി ഈ പറയുന്നത് പോലെ ലെസ് ടോക്സിക് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രശ്നങ്ങളോ വളരെ വലിയ റിസ്കുകളോ ഒന്നും വൈറ്റമിൻ സി എടുക്കുന്നത് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ചില ആൾക്കാർക്ക് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വയറ്റിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ വയറെരിച്ചിലോ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഈ വൈറ്റമിൻ സി ഈ പറയുന്നത് പോലെ തന്നെ സോളുബിൾ ആവുന്ന സമയത്ത് കറക്റ്റായിട്ട് സോളുബിൾ ആവാതെ നമ്മളുടെ ബോഡിയിൽ ഈ പറഞ്ഞ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എവിടെയെങ്കിലും മാറിക്കിടന്നു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ കുറച്ച് എല്ലാ പാർട്ടും അല്ല, ചെറിയ രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും അടിഞ്ഞുകൂടി കിടക്കുകയാണെങ്കിൽ അതൊരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ വഴി ഈ പറഞ്ഞതുപോലെ നമുക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, വയറെരിച്ചിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, നെഞ്ചരിച്ചിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് തരം വൈറ്റമിൻ സി ആണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് ബഫേർഡ് വൈറ്റമിൻ സി എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി സ്പെഷ്യലി തന്നെ വൈറ്റമിൻ സി ഉണ്ട്. അത് കമ്പാരിറ്റീവ്ലി നമ്മളുടെ ഗട്ടിനെ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ
അത് നമ്മളുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആവുന്ന തരമുള്ള വൈറ്റമിൻ സി ആണ്. അപ്പോൾ നിങ്ങൾ വൈറ്റമിൻ സി നിർബന്ധമായും എനിക്ക് കഴിക്കണം, പക്ഷേ എനിക്ക് ഗ്യാസ്ട്രൈറ്റിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്ന് കൺസേൺ ഉള്ളവർ ആക്ച്വലി ഈ ബഫേർഡ് വൈറ്റമിൻ സി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനീ പറയുന്നത് ഇതൊക്കെ കണ്ണുമടച്ചിട്ട് പോയിട്ട് വാങ്ങി കഴിക്കണം എന്നൊന്നുമല്ല. നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞോളൂ, നിങ്ങളുടെ ഒരു ഡോക്ടറിനോടോ അല്ലെങ്കിൽ അതിന് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിനോടോ ഒക്കെ വേണമെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു കാര്യത്തിൽ. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ബഫേർഡ് വൈറ്റമിൻ സി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ ആക്ച്വലി എന്തായാലും ഗട്ട് ഹെൽത്തിന് വലിയ പ്രശ്നമുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു വൈറ്റമിൻ സി പൗഡറിൻ്റെ ലിങ്ക് കൂടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. ഇനി എനിക്ക് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. എത്ര നാളെടുക്കും ഈ വൈറ്റമിൻ സി സ്കിന്നിൽ ബ്രൈറ്റനിങ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്? സ്കിന്നും ബോഡിയൊക്കെ അനുസരിച്ചിട്ട് ഈ സാധനത്തിൻ്റെ വേരിയേഷൻ സമയമൊക്കെ മാറും. എന്നിരുന്നാലും ഒരു 3 months മാക്സിമം ആണ്. 3 months to 6 months വരെ അത് എടുക്കാറുണ്ട്. ഈ 3 months to 6 months നമ്മൾ കണ്ടിന്യൂസ് ഇത് കഴിച്ചാലും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് കഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് ബ്രേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ 1 മാസം ബ്രേക്കോ 2 മാസം ബ്രേക്കോ ഒക്കെ എടുക്കാവുന്നതുമാണ്. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റ് ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റമിൻ സി ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് നോർമലി വെറും വയറ്റിൽ കഴിക്കണം എന്നുള്ളത്. എന്നോട് കുറേ പേരെങ്കിലും അതിനെപ്പറ്റി ചോദിക്കാറുണ്ട്, ഏത് സമയത്താണ് അത് കഴിക്കേണ്ടത്, ചേച്ചി ഏത് സമയത്താണ് കഴിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതിനെനിക്ക് പറയുന്നത്, ഞാൻ ഈ പറയുന്ന പോലെ ഡെയിലി ഒരു ഡേയുടെ ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കും എന്നേ ഉള്ളൂ. ആഫ്റ്റർ ഫുഡായിരിക്കും ഞാൻ ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവുക. ഈ മിഠായി കഴിക്കുന്നത് പോലെ ഈസിയാണ് എനിക്കത് കഴിക്കാൻ. എനിക്കതുകൊണ്ട് തന്നെ ഞാനത് നേരെ വായിലിട്ട് വെള്ളം കുടിക്കാറൊന്നുമില്ല. ബിക്കോസ് ഞാൻ യൂസ് ചെയ്തത് ച്യൂവബിൾ ടാബ്ലറ്റ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പലതവണയായിട്ട്, ഞാൻ യൂസ് ചെയ്യുന്നത് ലിംസിയുടെ ച്യൂവബിൾ ടാബ്ലറ്റ് ആണ്. ഇതാണ് ആക്ച്വലി ലിംസിയുടെ ച്യൂവബിൾ ടാബ്ലറ്റ്. ഇതാണ് ഞാൻ എല്ലാ ദിവസവും കഴിക്കാറുള്ളത്. ഇപ്പോൾ ലിംസി തന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ സിവിറ്റെന്നോ അല്ലെങ്കിൽ ലെമൺ സി എന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷെ എനിക്ക് കമ്പാരിറ്റീവ്ലി മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് വൈസ് ഇഷ്ടം ഈ ലിംസിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ കഴിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടാത്തവർക്ക് വേറെ ഏത് വൈറ്റമിൻ സി യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഏതാണ് ബെസ്റ്റ് വൈറ്റമിൻ സി എന്നൊന്നും നിങ്ങൾ ചെക്ക് ചെയ്തില്ലെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന വൈറ്റമിൻ സി ച്യൂവബിൾ ഓൾട്ടർനേറ്റീവ് ടാബ്ലറ്റ്സ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ. ഞാൻ കഴിക്കുന്നത് ഒരു 500 mg ആണ് എല്ലാ ദിവസവും ഞാൻ കഴിക്കാറുള്ളത്. അപ്പോൾ വൈറ്റമിൻ സി ആക്ച്വലി സ്കിൻ ബ്രൈറ്റനിങ്ങിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രീ റാഡിക്കൽസിൽ നിന്നും പൊല്യൂഷനിൽ നിന്നും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് ഈ വൈറ്റമിൻ സി. അത് നമ്മളുടെ സ്കിന്നിനെ ശരിക്കും റിഫ്രഷ് ചെയ്ത് പുതിയ സ്കിന്നാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. ഓൾസോ ഈ പിഗ്മെൻറ്റേഷനിലും നമ്മളുടെ കംപ്ലീറ്റ് ബോഡി ട്രാൻസ്ഫർമേഷനിലും സ്കിന്നിൻ്റെ കംപ്ലീറ്റ് ബോഡി ട്രാൻസ്ഫർമേഷനിലും ഇത് വർക്ക് ചെയ്യും. കാരണം ഇത് ഉള്ളിൽ കഴിക്കുന്നതാണ്. ഇത് ബോഡി കംപ്ലീറ്റ് ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈവൻ നിങ്ങളുടെ ലിപ്സിലും അണ്ടർ ഐയിലും വരെ ഇത് ആക്ച്വലി വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇത് ബോഡി കംപ്ലീറ്റ് ആക്ച്വലി വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫോം ചെയ്യുകയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. എനിക്ക് പേഴ്സണലി എങ്ങനെയാണ് എൻ്റെ സ്കിന്ന് ട്രാൻസ്ഫോം ചെയ്തത് എന്നുള്ളത് കണ്ടിട്ടില്ലെങ്കിൽ ഞാനതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.